السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ഈ കൊറോണ കാലഘട്ടത്തില് വലിയൊരു അനുഭവം ഉണ്ടായി. അതൊരു വലിയൊരു പാഠമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും ഓരോരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചാൽ നമ്മളൊക്കെ ഒരുപാട് ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കും. ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ദിവസം നമ്മൾക്ക് ജോലിക്ക് പോകണം. കോവിഡ് രോഗികളെയും കാണണം, മറ്റു രോഗികളെയൊക്കെ കാണേണ്ടി വരും. അപ്പം കാർ എടുത്തിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകാറ്. റോഡ് മുഴുവനും വിജനമാണ്. എവിടെയും ജംഗ്ഷനൊന്നും എവിടെയും നിർത്തേണ്ട ആവശ്യമില്ല. സുഖമായിട്ട് യാത്ര ചെയ്യാം. പോലീസുകാരൊക്കെ ഡോക്ടറിൻ്റെ എംബ്ലം കാണുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ വിടുകയും ചെയ്യും. അപ്പോൾ കാറ് സാധാരണ ഓടിക്കുമ്പോൾ ഒരു മിതത്വത്തിലൂടെയാണ് വണ്ടി ഓടിക്കുക. അത് വല്ലാണ്ട് സ്പീഡിലൊന്നും ഓടിക്കില്ല. വളരെ വിജനമാണ്. ഒരു വണ്ടി വളരെ കുറച്ച് വണ്ടികളെ റോഡിലുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മോഡറേറ്റ് സ്പീഡിൽ എളുപ്പത്തിൽ വണ്ടി ഓടിച്ചു പോവുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം 1.5 മാസമായി ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. അപ്പോൾ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, വണ്ടിയുടെ മൈലേജ് നമ്മൾ പോലും അറിയാതെ വല്ലാതെ കൂടി. പണ്ടൊരു ഏകദേശം 15 കിലോമീറ്റർ ലിറ്ററിന് കിട്ടുകയാണ്. ഇപ്പോൾ വണ്ടിയിൽ കാണിക്കുന്നത് 19 കിലോമീറ്ററിന് മുകളിൽ ലിറ്ററിന് കിട്ടുമെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒരു മിതത്വത്തിലൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് കൂടും. ആലോചിച്ചു സഹോദരന്മാർ, അതിൻ്റെ ഗിയറൊന്നും വല്ലാണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഒരേ ഗിയറിൽ തന്നെ വണ്ടി സ്മൂത്തായിട്ട് പോയത് കൊണ്ട് എവിടെയും ബ്രേക്ക് ഇട്ട് നിർത്തുന്നില്ല, ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് അങ്ങ് പോകുമ്പോൾ വണ്ടിയുടെ മൈലേജ്, വണ്ടിയുടെ പെർഫോമൻസ് നന്നാകും. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ജീവിത വിജയത്തിന് 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിലോട് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം വേണ്ടത് അൽഹംദുലില്ലാ. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. എല്ലാം എൻ്റെ ഒരു ശ്വാസം, ഒരു ഹൃദയമിടിപ്പ്, എൻ്റെ ഒരു സംസാരം. ശരി, അപ്പോൾ ഇന്ന് ഒരുപാട് പേര് തീർച്ചയായിട്ടും വളരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് വിനയാന്വിതരായിട്ട് ജീവിക്കട്ടെ. അൽഹംദുലില്ലാ. അത് മതിയോ? ഇല്ല. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ അത് പഠിപ്പിക്കുന്നത്, ഇയ്യാക നഅ്ബുദു. അല്ലാഹു നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ഈ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിച്ചു പോവാ. നിസ്കരിക്കുന്ന അല്ലാഹ്ക്കാണ്, നോമ്പ് നോക്കുന്ന അല്ലാഹ്ക്കാ. തീർച്ചയായിട്ടും അത് മാത്രമല്ല സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ ചെറുതും വലുതുമായ ഓരോ പ്രവർത്തനം, എൻ്റെ നോട്ടം, എൻ്റെ സംസാരം, എൻ്റെ കേൾവി, എൻ്റെ ഓരോ ദിവസത്തിൽ ഓരോ പ്രവർത്തനം, എൻ്റെ ഒരു ചെറിയ പുഞ്ചിരി തൊട്ട് ഏറ്റവും വലിയ ഹജ്ജ്, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാവണം. ഇവിടെ പലർക്കും ഈ ഇഖ്ലാസ് പെട്ടെന്ന് നശിച്ചു പോന്നു. ആദ്യ കാലഘട്ടത്തിൽ നല്ല വലിയ ഇഖ്ലാസൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ കുറച്ച് ഘട്ടമായിട്ട് മനുഷ്യൻ ഉയർന്നോറും ഈ അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് മാറിയിട്ട് ജനങ്ങൾ എന്നുള്ള വിഗ്രഹം ഹൃദയത്തിലേക്ക് വന്നിട്ട് ജനങ്ങളുടെ തൃപ്തിയായിട്ട് മാറി. ഇഖ്ലാസ് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ. പിന്നെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇഖ്ലാസോടെ തന്നെ ജീവിക്കാനും പറ്റുന്നുണ്ടാവും. എന്നാൽ നല്ല വിനയമുണ്ട്, ഇഖ്ലാസ് ഉണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം പേർക്ക് ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ സഹോദരന്മാരെ? ഇസ്തിഖാമത്ത്, കൺസിസ്റ്റൻസി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതായത് പഠിച്ചവനെ നേരായ മാർഗം കാണിച്ചറിനെ അല്ല സഹോദരന്മാരെ ചോദിക്കുന്നത്. അത് കാണിച്ചു തന്നാൽ മാത്രം പോരാ റബ്ബേ, അതിൽ തന്നെ ജീവിച്ച് മരിക്കണം. ഹിദായത്ത് കിട്ടിയ, ഹിദായത്ത് നമ്മൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വന്ന പ്രവാചകൻ പോലും 17 തവണ നിർബന്ധമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമസ്കാര വേളയിൽ മാത്രമല്ല, മറ്റു സമയത്തൊക്കെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖുലൂബനാ അലാ ദീനിക്. ഇവിടെയാണ് മുസ്ലിങ്ങൾ പോലും ഒരുപാട് പേര് പിഴച്ചു പോകുന്ന സഹോദരന്മാര്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. ഏതായാലും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാണല്ലോ, അപ്പം കബറെടുക്കുന്നത് മണ്ണിൻ്റെ ഉള്ളില, എല്ലാവരും കത്തിക്കല്ല ചെയ്യുന്നത്, മണ്ണിൻ്റെ ഉള്ളില. ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാണം നമ്മൾ ഇസ്ലാമികമായിട്ട് നടത്തിയത്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, എല്ലാ വോട്ടേഴ്സ് കാർഡിലൊക്കെ മുസ്ലിമാണ്.
അപ്പോൾ ഈ കാർഡൊക്കെ കൂടി നമ്മൾ കവറിലേക്ക് ഇടേണ്ടി വരും, എന്നാലും നമുക്ക് അവിടുത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റും. ഇതാണ് വലിയ അപകടം സഹോദരന്മാരെ. വേറെ ഒരുപാട് പേരുണ്ട് പെട്ടെന്ന് ഒരു സമ്മേളനം വരുമ്പോഴത്തേക്ക് ഭയങ്കര സജീവം ദൈവത്തും, പിന്നെ അങ്ങനെ പോയി. പിന്നെ നോമ്പിന് തുടക്കം അടിച്ച് പൊളിച്ച് ഭയങ്കര ദീനിയ, അവസാനത്തേക്ക് നമ്മൾ നടു റോഡിലെത്തി. സാധാരണ ലോക്ക്ഡൗൺ അല്ലാത്ത അവസരത്തിൽ പള്ളികൾ കാലിയായിട്ട് അവസാനത്തെ 10 നമ്മൾക്കറിയാം വെറും അങ്ങാടിയിലായിരിക്കും. ശരി, അപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഇസ്തിഖാമത്ത സഹോദരന്മാര് ഒരുപാട് 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 പേർക്ക് നഷ്ടപ്പെടുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു സംഭവമുണ്ട്. എനിക്ക് ഹിദായത്ത് കിട്ടിയത് വലിയ അമൂല്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഔദാര്യം. ശരി, പക്ഷെ അതിനെക്കാട്ടി ഏറ്റവും വലിയ സന്തോഷം ആ ഹിദായത്തിൽ തന്നെ എപ്പോഴെപ്പോഴും ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹം സഹോദരന്മാർ. ഇതൊന്നും നമ്മൾ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചത് അള്ളാഹ്ക്ക് ഇഷ്ടം ചെറിയൊരു കാര്യം എപ്പോഴും ചെയ്യുമ്പോ സഹോദരന്മാർ, എപ്പോഴും ചെയ്യുമ്പോ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ? അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ 2 റക്അത്ത് ളുഹ അത് എല്ലാ ദിവസവും ചെയ്യുമ്പോഴും അതിലൊരു മാറ്റമുണ്ട് നമ്മൾക്ക്. അതല്ലാതെ ആവേശത്തിൽ ഒരു പ്രസംഗം കേട്ടും അടിപൊളി പ്രസംഗം, മതപ്രസംഗം, വലിയ സംഭവം പറഞ്ഞിട്ട് 8 റക്അത്ത് നിസ്കരിച്ച് പിറ്റേ തൊട്ട് ളുഹ ഇല്ല. ആലോചിക്ക, തറാവി എന്താ ഘോരഘോരമായിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ഷവ്വാലൊട്ട് ഫജ്ർ ജമാഅത്ത് പോലും ഇല്ല. ഇതാണ് സഹോദരന്മാരെ നമ്മളൊക്കെ ഗുണം പിടിക്കാത്ത നമ്മൾ തിരിച്ചറിയത്. ഈ അടുത്തൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒരു പോസ്റ്റ് കണ്ട്, അതായത് 1 raised to 365 is equal to 1 ഒന്നേ ആവുള്ളൂ. 1.01 raised to 365 പറഞ്ഞത് 37 ആലോചിക്കണേ. ഒരു 0.01 ജീവിതത്തിൽ മാറ്റം 365 ദിവസം ഉണ്ടാകുമ്പോൾ 37% ഇരട്ടി നമ്മുടെ ജീവിതം മാറുന്നുണ്ട് സഹോദരന്മാരെ. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക. നമ്മൾക്ക് ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. അതിന് പല 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 കാരണങ്ങളുണ്ട്. വെറുതെ ഗാഫിലത്തൊക്കെ പറഞ്ഞിട്ട് ഭൗതികത ലയിച്ചു പോകുമ്പോഴൊക്കെ പലതും പൊട്ട ന്യായങ്ങൾ പറയാം, പൊട്ട ന്യായങ്ങളാ. ശരി, ഇപ്പൊ നമ്മളെ ലോക്ക്ഡൌൺ അവസരത്തിൽ ഞാൻ അൽഹംദുലില്ലാ ഒരുപാട് വീടുകളിൽ കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ? ബാപ്പയും മമ്മിയും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ അവർ തന്നെ പറയാം, പള്ളികൾ ഇപ്പോൾ വീടായി. സുബ്ഹാനല്ലാഹ്, അല്ലാഹനെ സ്തുതിച്ച് പഠിച്ചതിന് പാടുണ്ടോ അറിയില്ല, പഠിച്ച പള്ളികൾ പൂട്ടിയിൽ ഒരുപാട് ദുഃഖമുണ്ട്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നാട്ടില് പണ്ട് 5 പള്ളിയാണ് ഇപ്പം 1000 പള്ളികളാക്കി വെച്ച്, വീടുകൾ പള്ളിയാക്കി വെച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനതയോട് അങ്ങനെ തന്നെ പറയും, നിങ്ങളെ വീടുകൾ പള്ളിയിലേക്കാക്കി മാറ്റി വെക്കണമെന്ന് പറയുന്നുണ്ട്. ആലോചിക്കുക സഹോദരന്മാർ, തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴും വീട്ടിൽ നിസ്കരിക്കണമെന്നല്ല. പള്ളികൾ തുറന്നാൽ പള്ളികൾ പോയിട്ട് പുരുഷന്മാർക്ക് നിർബന്ധമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. പക്ഷെ ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക്ക്ഡൗൺ അവസരത്തിലെങ്കിലും വീട്ടിലെ കുടുംബമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ. ആലോചിക്കുക സഹോദരന്മാരെ, അങ്ങനെ തന്നെ പറഞ്ഞ ഒരുപാട് പേരുടെ വാക്കാ, പള്ളികൾ വീടായി. എല്ലാവരും ഒരുമിച്ചിരുന്ന് നിസ്കരിക്കുന്നു. നിസ്കരിച്ച ശേഷം നിസ്കാരപ്പെടത്തിൽ കുറച്ച് ദിക്റുകൾ ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്. എല്ലാവരും കുറച്ച് ഖുർആൻ ഓതുന്നുണ്ട്. അതേ സഹോദരന്മാരെ, എല്ലാവർക്കും പഠിച്ചോനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ? ലോക്ക്ഡൗൺ തീരാൻ. ജോലി നഷ്ടപ്പെടുമോ? സമ്പത്ത് കുറഞ്ഞു വരുന്നു, ബാങ്കിലെ അക്കൗണ്ടിലെ കാശ് കുറഞ്ഞു വരുന്നു. അള്ളാഹ്ന് ഭയങ്കര ആവശ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്സാരമായൊരു വൈറസിനെ ഭൂമിയിലേക്ക് ഇറക്കിച്ചിട്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ഒരുപാട് അല്ലാഹു മാറ്റിയിട്ടുണ്ടല്ലോ. ഒരുപാട് പേർക്ക് ചിന്തിച്ചു നോക്ക്. ഇന്നെല്ലാവരും കൈ കഴുകലേ വൃത്തിയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ട്. മാസ്ക് ധരിച്ചുകൊണ്ട് അധികം സംസാരമൊന്നുമില്ല. ആലോചിക്കു സഹോദരന്മാർ, ആലോചിക്ക്. മിതത്വത്തിലൂടെ ജീവിക്കുന്നുണ്ട്. ഉള്ളതിൽ വെച്ച് തൃപ്തിയുണ്ട്. ധൂർത്തങ്ങ് ഒഴിവാക്കി എല്ലാം നമ്മൾ ആലോചിക്ക്. വീട്ടിൽ അറ്റ്ലീസ്റ്റ് 5 നിസ്കരിക്കുന്നുണ്ടല്ലോ. എന്തിനാ? അള്ളാഹ്ന് ആവശ്യ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ സഹോദരന്മാരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ജീവിപ്പിച്ചിട്ട് അള്ളാഹ് നാളെ പരലോകത്ത് ചോദിക്കും, എടോ മനുഷ്യ, നീ തന്നെ നിന്റെ പുസ്തകം വായിച്ചാൽ മതി പറയുന്നതാണ്. നീ തന്നെ നിന്റെ പുസ്തകം വായിച്ചാൽ മതി. അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാം. പിന്നെ എന്തുകൊണ്ട് ലോക്ക്ഡൌണിന്റെ ശേഷം നീ 5 നേരത്തെ നമസ്കാരം ഒഴിവാക്കി? എന്തുകൊണ്ട് ഖുർആൻ നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി? സഹോദരന്മാരെ, നരകത്തിലേക്ക് പോകാൻ നമ്മൾ ഓരോരുത്തരുടെ ജീവിതം തന്നെ നമ്മൾ അള്ളാഹ്ക്ക് സാക്ഷിയാക്കി കാണിച്ചു കൊടുക്കുകയാണ് ഇതിന്റെ അർത്ഥം.
ഇത് നമ്മൾ പഠിക്കുന്നില്ല മുസ്ലിം ഉമ്മത്ത്. റമദാന് വരുമ്പോൾ ഒരുപാട് പുരുഷന്മാര് കൃത്യമായിട്ട് 5 നേരം ജമാഅത്തും ഖുറാൻ ക്ലാസ്സും ഒക്കെ ജീവിച്ച് ശവ്വാൽ 1 തൊട്ട് പള്ളികൾ ഖബർ സ്ഥലം പോലെയാവും. പള്ളികൾക്ക് ലോക്ക്ഡൌൺ ആയിട്ട് ഒന്നും പള്ളി കാണില്ല. പള്ളിയിൽ ആൾക്കാരില്ല, വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെന്താ അതിന്റെ അർത്ഥം? റംസാനിൽ അള്ളാഹ്ക്ക് കാണിച്ചു കൊടുക്കുക, റബ്ബി എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് പറ്റില്ല ശവ്വാൽ തൊട്ട്. അപ്പൊ അള്ളാഹ് പറയും ശരി, അപ്പൊ നിങ്ങൾ എന്നെ മറന്നു, ഞാൻ നിങ്ങളെയും മറന്നു, നിങ്ങൾ അങ്ങ് നരകത്തിലേക്ക് പോയിക്കോ. അതാണ് എന്ന് പറഞ്ഞേ. അന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലേ നേരായ മാർഗത്തിൽ ജീവിച്ചിട്ട് എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നു. നരകത്തിൽ പോകുമ്പോൾ ഒരിക്കലും പിശാചിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിശാചാണ് അള്ളാഹുവിനെ നരകത്തിൽ ഇടിപ്പിച്ച് എന്നെ മാറ്റിപ്പിച്ച് അല്ല പിശാചിനെ ഞാൻ നോമ്പിനെ മുഴുവനും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. നീ നോമ്പിന് മുഴുവനും ലോക്ക്ഡൌൺ അവസരത്തിൽ കൃത്യമായിട്ട് നമസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. പിന്നെ ലോക്ക്ഡൌൺ മാറിയപ്പോൾ നിനക്ക് എന്താ മാറ്റം വന്നത് ചോദിക്കൂ സഹോദരന്മാരെ. അതിന് ഉത്തരം നല്ലോണം കണ്ടുപിടിച്ചുള്ള റെഡി ആയിട്ട് നിന്നോ സഹോദരന്മാരെ. ഇസ്തിഖാമത്ത് നഷ്ടപ്പെടുന്ന സഹോദരന്മാര്, നന്മകളിലുള്ള ഇസ്തിഖാമത്ത് പലപ്പോഴും പലർക്കും നഷ്ടപ്പെട്ടു പോവുക ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ. ഈ അടുത്തൊരു മെഡിക്കൽ വിദ്യാർത്ഥിനി സഹോദരി ചെറിയ പ്രായത്തിൽ നിഷ്കളങ്കമായ പ്രായം കൊണ്ട് ചോദിച്ചു എൻ്റെ അടുത്തൊരു ചോദ്യം. സർ, സൂറത്തുൽ മാഇദയിൽ ഒരു ആയത്തിലുണ്ട്, ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ മനുഷ്യ സമുദായത്തിനെ മൊത്തം രക്ഷിക്കുന്ന പോലെയാണ്. അതെ, ഞാൻ പറഞ്ഞു. അപ്പോൾ സർ, നമ്മളൊക്കെ ഓരോ ദിവസം പേഷ്യൻ്റ്, ഹാർട്ട് അറ്റാക്ക് രോഗികളെ നമ്മൾ കാഷ്വാലിറ്റി കാണുന്നു, ഒരുപാട് രോഗികളെ കാണുന്നു. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഷിഫയാക്കുന്നവൻ. പക്ഷെ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിമിത്തമാക്കുന്നു, ഡോക്ടറിനെ. അപ്പോൾ ഡോക്ടർമാർ ഓരോ രോഗികളെ രക്ഷിച്ചെടുക്കുമ്പോൾ ഒരു മനുഷ്യ സമുദായത്തിനെ രക്ഷിച്ച പോലെ തന്നെ പ്രതിഫലം കിട്ടും. നമ്മൾ തീർച്ചയായിട്ടും കിട്ടും, ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തു എന്താ കാര്യം, പ്രശ്നം എവിടെ മോളെ? നമ്മളൊക്കെ ജീവിതത്തിൽ 18 വയസ്സിൽ അള്ളാഹു ഹിദായത്ത് ഇട്ട് തന്നോണ്ടേ അന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ള കൃത്യമായൊരു നിയത്തുണ്ട്. റബ്ബേ, ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിക്കും, 5 നേരം നമസ്കരിക്കും, എനിക്ക് ഇസ്സത്തോടെ ഹലാലായിട്ട് ഒരൊറ്റ മനുഷ്യന്റെ മുമ്പിൽ തല കുനിക്കാതെ നിന്റെ മുമ്പിൽ മാത്രം റുക്കൂ സുജൂദ് ചെയ്തിട്ട് മരിക്കണം. അതായത് ഹലാലായ മാർഗത്തിൽ ജീവിക്കും, ഒരൊറ്റ മനുഷ്യന്റെ മുമ്പിൽ കൈപോക്കൂല. രണ്ടാമത്തത്, അള്ളാഹു എന്നെ കൊണ്ട് എൻ്റെ ബാപ്പക്കും ഉമ്മക്കും കുടുംബത്തിനും അയൽവാസികൾക്കും പണ്ഡിതന്മാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പ്രത്യേകിച്ചും പാവങ്ങൾക്കും ഗുണം ഉണ്ടാവണേ. അപ്പൊ അന്ന് നീയത്ത് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ സർവീസിൽ കയറണം. പാവങ്ങൾക്ക് ഗുണമുണ്ടാകണം പോരാ, എന്നെ കൊണ്ട് മതത്തിന് ഗുണമുണ്ടാവണം പോരാ, എന്നെ കൊണ്ട് മനുഷ്യ സമുദായത്തിന് എത്രത്തോളം ഗുണമുണ്ടാകാൻ പറ്റുന്നു അത്രത്തോളം നീ ഗുണമുണ്ടാക്കണേ എന്നൊരു നീയത്ത് വെച്ച്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഏറ്റവും നല്ല മനുഷ്യനാരാ? ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നവരാരോ അവരാണ് ഏറ്റവും നല്ല മനുഷ്യൻ. അപ്പം ആ നീയത്ത് വെച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്താ വെച്ചാല്, റബ്ബ് സുബ്ഹാനഹു വ തആല ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വിചാരിക്കുന്ന കാട്ടി ഭംഗിയായിട്ട് തരും. എളുപ്പത്തിൽ തന്നെ ഏറ്റവും നല്ല റാങ്ക് കിട്ടി, പി ജി പഠിക്കുമ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് സർവീസ് കയറി, ഇവിടെ തന്നെ സ്വന്തം ഉമ്മാന്റെ ബാപ്പൻ്റെ അടുത്ത് തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനും എല്ലാം ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു തന്നു. അപ്പോൾ സഹോദരന്മാരെ, എന്നെ കൂടെ തന്നെ പഠിച്ച ഒരുപാട് ദീനിയായി തുടക്കത്തിൽ വലിയ സമ്മേളനമൊക്കെ ആയിട്ട് എല്ലാവരും ഇതേ നിയത്തിലൂടെ തന്നെ തുടങ്ങിയത്. പക്ഷെ ഇവിടെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ നീയത്ത് ഘട്ടം ഘട്ടമായിട്ട് മലിനമായിക്കൊണ്ടിരിക്കും, കളങ്കമായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത്, ഇസ്തിഖാമത്ത് ഘട്ടം ഘട്ടമായിട്ട് നശിച്ച് വരും സഹോദരന്മാര്. ഇതാണ് വലിയ അപകടം. നമ്മൾ പ്രത്യേകിച്ചും ഡോക്ടർമാരൊക്കെ എങ്ങനെയാ, ആദ്യം പറയും ഭയങ്കര, പിന്നെ മെല്ലനെ സമ്പത്ത് കയറിക്കൂടും, പിന്നെ സമ്പത്തിന്റെ പിന്നാലെ പോകും, സമ്പത്തിന് വേണ്ടി മരുന്നെഴുതി കൊടുക്കും, കമ്പനീന്റെ ടൂറിന് പോയി കമ്പനീന്റെ അടിമയായിട്ട് മാറും. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ നിയത്തുകൾക്ക് ഡയറക്ഷൻ മാറുന്നുണ്ട്. ഡയറക്ഷൻ മാറും. പറഞ്ഞിടത്ത് ഇതാണ് പ്രശ്നം. പിന്നെ കാശ് വന്ന് പിന്നെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പേരും പ്രശസ്തിയും ഒരുപാട് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് ആയിട്ട് മാറുമ്പോൾ, വലിയ ബെൻസ് കാറായിട്ട് വലിയ കൊട്ടാരമാകുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നീയത്തും മാറും, ജനങ്ങളുടെ തൃപ്തിയായിട്ട് മാറും. ഉറപ്പിത് ഒരുപാട് പേര് കണ്ടോണ്ട് പറയുന്ന സഹോദരന്മാരെ. പിന്നെ ജനങ്ങൾ എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പിന്നെ അതിനു വേണ്ടി ധൂർത്തുണ്ടാവും. അപ്പം പിന്നെ കുറച്ചിന് സ്വാഭാവികമായിട്ട് കിബിറങ്ങ് കയറി വരും. അപ്പോൾ തുടക്കത്തിൽ നല്ല നീയത്ത് വെച്ചത് അവസാനിക്കുന്ന ഒരു 5-10 കൊല്ലമാകത്തേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ജനങ്ങൾ
സമ്പത്ത് സമ്പത്ത് സമ്പത്തായി. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, അപ്പൊ അങ്ങനത്തെ വൃത്തികെട്ട നീയത്തോട് വെച്ചിട്ട് ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ മനുഷ്യ സമുദായത്തിനെ മൊത്തം രക്ഷിക്കാമെന്ന് പറഞ്ഞത് അപ്പൊ മാറും. അപ്പൊ കിബിറ് കയറി വന്ന്, അപ്പൊ ഞാൻ പറഞ്ഞ മോളെ, ഒരു അണുമണി തൂക്കം കിബിറ് വന്നാൽ മനുഷ്യൻ സ്വർഗത്തിന്റെ വാസന അനുഭവിക്കുകയേ ചെയ്യില്ല. ഒരുപാട് പേർക്ക് അള്ളാഹുവിന്റെ തൃപ്തി മാറ്റിയിട്ട് ജനങ്ങളുടെ തൃപ്തിയായി. അവനവന്റെ സർക്കാർ ജോലി മുന്നിൽ വെച്ചാൽ ഒരുപാട് ലക്ഷക്കണക്കിന് അപ്പുറത്തൊരു ജോലി വേറെ മുമ്പിലുണ്ട്, അപ്പുറത്ത് ഗൾഫിൽ അതിന്റെ 10 ഇരട്ടി ജോലിയുണ്ട്. അപ്പം ഒരുപാട് ന്യായീകരണങ്ങൾ നമ്മളെ ഹൃദയത്തിൽ പിശാച് ഇട്ട് തരും. നീ ഒരുപാട് ജോലി എടുക്കുക, എന്നിട്ട് കുറേ കാശുണ്ടാക്കുക, എന്നിട്ട് കാശുണ്ടാക്കിയിട്ട് നമുക്ക് ഒരുപാട് സദക്ക കൊടുക്കാം, ഇങ്ങനെ പിശാച് ഇട്ട് തരും. അവസാനം എന്തായി? കാശ് ഒരുപാട് ഉണ്ടായി, കിബിറ് വന്ന്, നമസ്കാരം മുഴുവായി, ജനങ്ങൾ വലിയ വിഗ്രഹമായി. ഇപ്പൊ സദക്കയും കൊടുക്കാൻ പിശുക്ക് വന്ന്. സഹോദരന്മാർ, ഇതാണ് പൊതുവേ സംഭവിക്കുക. എന്നിട്ട് പറഞ്ഞത് മോളെ, ഈ 2-3 കാര്യങ്ങൾ ഇസ്തിഖാമത്ത് എപ്പോഴും കൊണ്ട് നടക്കണം. ഒന്ന്, എപ്പോഴും വിനയാന്വിതരാവണം. രണ്ടാമത്തത്, ഇഖ്ലാസ് ഇസ്തിഖാമത്തോടെ അവസാനത്തെ നിമിഷം വരെ വേണം. ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് ഇസ്തിഖാമത്തോടെ തന്നെ മരണം വരെ ചെയ്യണം. അപ്പൊ അങ്ങനെ പറഞ്ഞു, അങ്ങനെ നോക്ക് ജീവിതകാലം മുഴുവനും വിനയം, നിഷ്കളങ്കത, ഇസ്തിഖാമത്തോടെ ഓരോ മനുഷ്യനെ സേവിച്ചാല് നാളെ പരലോകത്ത് പോകുമ്പോൾ വലിയ കൂമ്പാരം പോലത്തെ പ്രതിഫലം കിട്ടും. പക്ഷെ എങ്ങനെ അറിയോ? മരിക്കുമ്പോൾ അതേ അവസ്ഥയിൽ മരിക്കണം. വിനയാന്വിതരായിട്ട്, നിഷ്കളങ്കരായിട്ട്, ഇസ്തിഖാമത്തോടെ തന്നെ സൽക്കർമ്മം ചെയ്ത വ്യക്തിയായിട്ട് മരിക്കണം. ഞാൻ എപ്പോഴും പറയാം, ഇന്ന് വരെ അൽഹംദുലില്ലാ 18 തൊട്ട് 43 വരെ അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ നാളത്തെ സ്ഥിതി എനിക്കറിയില്ല, നാളത്തെ അറിയില്ല. ഭയമുണ്ട്. അതുകൊണ്ട് നിരന്തരമായിട്ട് ഇസ്തിഖാമത്ത് കൊണ്ട് നടക്കാൻ എന്തുകൊണ്ട് സഹോദരന്മാര്? ഏറ്റവും ആദ്യം വേണ്ടത് 5 നേരത്തെ നമസ്കാര സഹോദരന്മാര്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിന് 17 തവണ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ 5 നേരം കൃത്യമായിട്ട് എനിക്ക് ജമാഅത്തിന് പോകാൻ പറ്റും. എൻ്റെ റബ്ബ് സുബ്ഹാനഹു തആല എന്നെ ഒരിക്കലും പൊട്ടാക്കില്ല, എന്നെ ഒരിക്കലും വിടില്ലെന്ന് 100% ഉറപ്പുണ്ട് സഹോദരന്മാരെ. പക്ഷെ എന്താ, ഡോക്ടർമാർക്കൊക്കെ പ്രശ്നം എന്താ അറിയോ? ഒരുപാട് പേര് സംഘടനയിൽ കയറിക്കൂടും. എനിക്കറിയാം, ഒരുപാട് എൻ്റെ വ്യക്തി അനുഭവത്തിൽ, ആരുടെ പേരൊന്നും പറഞ്ഞില്ല, സംഘടനയുടെ മെഡിക്കൽ വിങ്ങിലൊക്കെ കയറും. ഘട്ടമായിട്ട് അവർക്ക് സംഘടനക്കും ഡോക്ടർമാർ ആവശ്യമാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഘട്ടം ഈ ഡോക്ടർമാർക്ക് സംഘടന ഉപയോഗിച്ച് ഒരുപാട് കണക്ഷനും പേരും പ്രശസ്തിയും, അവര് വലിയ സമൂഹത്തിൽ ഉന്നതരാകും. അപ്പൊ ഈ സംഘടനയ്ക്ക് ഈ ഡോക്ടർമാർ ഭാരമായിട്ട് മാറും. ഡോക്ടർമാരെല്ലാ തെറ്റുകുറ്റങ്ങൾക്ക് കൂട്ടു നിൽക്കേണ്ടി വരും. എന്നാലും സംഘടന ആവശ്യത്തിന് വേണ്ടി ഡോക്ടർമാരിങ്ങനെ പ്രീതിപ്പെടുത്തിയിട്ട് അങ്ങ് മുന്നോട്ടേക്ക് പോകും. പിന്നെ ഈ മനുഷ്യനെ മെഡിക്കൽ വിങ്ങിലൊന്നും കാണൂല സഹോദരന്മാരെ, കാണൂല. ഇത് അനുഭവ. നിങ്ങളൊരു സംഘടനയുള്ളിൽ നോക്ക്, പണ്ട് പ്രവർത്തിച്ച വലിയ ആൾക്കാരുണ്ടല്ലോ ഡോക്ടർമാർ, അവരൊന്നും പിന്നെ കുറച്ച് 10 കൊല്ലം കഴിഞ്ഞും ഉണ്ടാവില്ല. പിന്നെ ഏതെങ്കിലും പേരും പ്രശസ്തിയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും പാവം ഡോക്ടർ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആലോചിച്ച് ഇതൊക്കെ ഒരുതരം കാപ്പട്യ സഹോദരന്മാരെ. ഇത് നമ്മുടെ നീയത്തും നമ്മുടെ വിനിയും നമ്മുടെ ഇസ്തിഖാമത്തൊക്കെ നശിച്ചു. അതിന് പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പറഞ്ഞ 5 നേരം നമസ്കാരം കൃത്യസമയത്ത് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊക്കെ കുഴപ്പം എന്താ? ഡോക്ടർമാരും എല്ലാവരും, ഞാൻ ഡോക്ടർമാരെ മാത്രമല്ല, സമ്പന്നര്, രാഷ്ട്രീയക്കാര്, ഈ 5 നിസ്കരിക്കാൻ എല്ലാവർക്കും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. സമയത്തിന് വളരെ എളുപ്പട്ടോ. നമ്മൾ ലോക്ക്ഡൌൺ സമയത്ത് നിസ്കരിക്കുന്നുണ്ട്, റംസാന് കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റുമെന്ന് അള്ളാഹ് തന്നെ പറയിപ്പിച്ച്, രാവിലെ ഫജ്ർ ജമാഅത്തിന് എണീക്കാൻ പറ്റുമെന്ന് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അത്താഴത്തിൽ നിന്നും നമ്മളെന്നെ തെളിയിച്ചതാ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു മടിയാവും. ഇതൊക്കെ എന്തിനാ? അപ്പൊ പിന്നെന്താ, നമ്മളെ കാലിലത്തെ ചെരുപ്പ് മുറിക്കാന്ന് പോലെ അത് മതത്തിന് എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ തുടങ്ങും. അതായത് ഭയങ്കര സാമൂഹ്യ സേവന. ഇടക്കിടക്ക് സ്റ്റേജിലും ഞാൻ ഒരുപാട് പൈസ കൊടുക്കുന്നു, ഇങ്ങനെ മനസ്സിനുള്ള അവരെന്നെ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ദീനു വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്, എത്രയോ പ്രസംഗിച്ച് നടക്കുന്നത്, ഭയങ്കര പ്രസംഗ. പക്ഷെ 5 നേരം കൃത്യമായി നമസ്കരിക്കാൻ മടിയാ. അപ്പൊ നമുക്കിങ്ങനെ മടിയാകുമ്പോൾ നമ്മൾ അറിയാതെ വഴി തെറ്റിപ്പോകുന്നുണ്ട്. ഉറപ്പാ. എന്നെ പണ്ട് ഒരുപാട് ശപിക്കൊക്കെ ചെയ്യുന്നത്, വഴി തെറ്റിപ്പോകും. ഞാൻ പറഞ്ഞ ജമാഅത്ത് ഉണ്ട്, ഞാൻ ഖുർആൻ മുറുക്കെ പിടിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ വഴികേട്ടിലാക്കില്ലെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താ? ഖുർആൻ മുറുക്കെ പിടിക്കണം. ഇത് നമുക്ക് ഖുർആൻ വായനയും കൂടി ഇല്ല സഹോദരന്മാരെ, വായിക്കാൻ സമയം വേണ്ട. നമ്മൾ പൈസ ഉണ്ടാക്കുന്ന തിരക്കില്ല, പേരും പ്രശസ്തിന്റെ പിന്നാലെയാ. ഒരുപാട് പേര് അങ്ങനെ തന്നെയാ. അതുകൊണ്ട് ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോയി. എന്താ ഖുർആൻ പറയുന്ന കാര്യമല്ല, അവനവനെ പറ്റി ചിന്തിക്കാൻ സമയമില്ല. അപ്പൊ വഴികേട്ടിലോ. പിന്നെ കുറച്ച് 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അറിയാം, പഠിച്ചോനെ ജമാഅത്തും ഇല്ല, ഉള്ള അവസാനത്തെ അമ്മ ജുസ് പോലെ ഹിഫ്ളൊക്കെ മറന്നുപോയല്ലോ റബ്ബേ. പിന്നെ ഒരുപാട് വഴികേടിലായിട്ടുണ്ടോ. പിന്നെ എന്താ സംഭവിക്കുക? പിന്നെ ഒരുപാട് കാശ് വരുമ്പോൾ ഒരുപാട് സദക്കൊക്കെ കൊടുക്കും. എന്നിട്ട് അവരെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കാം, സദക്ക കൊടുക്കുന്ന വിധവക്ക്, അനാഥകളെ സംരക്ഷിക്കുന്ന നാളെ നബീന്റെ തൊട്ടടുത്തട്ടോ. അതിന് ആദ്യം മനുഷ്യ 5 നേരം നിസ്കരിക്കണം.
അത് 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവർക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞു കൊടുത്തത്. അല്ലാണ്ട് ഫജറിന് ജമാഅത്തിന് പള്ളി വരാത്ത മുനാഫിക്കുകൾക്കല്ല ഈ ഹദീസ്. അപ്പോൾ എന്താ പ്രശ്നം? നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ദീനിനെ വളച്ചൊടിച്ച് നമ്മുടെ തൃപ്തിക്ക് വിടാം. കുടുംബബന്ധം പാലിക്കട്ടോ, നമ്മളെന്തായാലും സ്വർഗ്ഗം. 5 നമസ്കരിക്കുന്നവർക്കത് ഇത് മനസ്സിലാവുന്നില്ല. നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ദീന്റെ ചില മുറിച്ച് കഷ്ണങ്ങൾ എടുക്കൂടെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ. അവിടുത്തെ ചില ഹദീസ് ഞാൻ പിൻപറ്റുന്നുണ്ട്, നല്ല ദീനിയ. മറ്റേ ഹദീസ് ഞാൻ എടുക്കുന്നുണ്ട്, കുടുംബബന്ധം പുലർത്തുന്നുണ്ട്, ഞാൻ ദീനിയ. ഒരുപാട് സദക്ക കൊടുക്കുന്നുണ്ട്, ഞാൻ ദീനിയ. എത്രയാ സാമൂഹ്യ സേവനം, ഞാൻ ദീനിയ. അല്ല മനുഷ്യ, ആദ്യം കൃത്യമായി 5 നമസ്കരിക്കി. ഫജർ, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ. അത് റംസാന് മാത്രമല്ല, ലോക്ക്ഡൌൺ മാത്രമല്ല, അതിന്റെ അപ്പുറം നിസ്കരിക്കി. ജീവിതകാലം മുഴുവൻ നിസ്കരിക്കി. പോരാ, ഖുർആൻ എന്തോ എടുക്ക് ചിന്തിക്കി. ഓരോ ആയത്ത് വെച്ച് എൻ്റെ ചിന്ത ശരിയാണോ ഈ സമയത്ത്, ഞാൻ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാ? അപ്പോൾ ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്ത സഹോദരന്മാരെ. ഞാൻ ഉറപ്പ് തരുന്നു, ജമാഅത്തും ഖുർആനും കൈവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും, വിനയം അങ്ങ് പോകും, ഇസ്തിഖാമത്ത് ഒരിക്കലും ഉണ്ടാവില്ല സഹോദരൻ, ഉറപ്പാ. ഒരുപാട് പേര് എന്നെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. ഒരു നിരീശ്വരവാദി പോലെ എന്നെ ഇടക്കിടക്ക് ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എത്രയോ മാസങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഞാനപ്പോൾ ദിവസം അദ്ദേഹത്തിന് വേണ്ടി മടുക്കി പ്രാർത്ഥനയായിട്ട് മെസ്സേജ് അയക്കും. പക്ഷെ കുറച്ചിൻ്റെ അദ്ദേഹത്തിന് മടുപ്പ് തോന്നി, അതേ നിർത്തി. സഹോദരന്മാരെ, ഇസ്തിഖാമത്ത് ഉറപ്പ് നിങ്ങൾക്ക് തരുന്നു. കൃത്യമായ 5 നേരം പള്ളിയിൽ പോയി പുരുഷന്മാർ ജമാഅത്തായിട്ട് നമസ്കരിക്കും. ഖുർആൻ നമ്മൾ വലിയ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയ പ്രവർത്തനം എപ്പോഴും ചെയ്താൽ മതി. നമ്മളിങ്ങനെ ആവേശത്തിൽ ഇപ്പൊ കുറെ യുവാക്കളൊക്കെ ഉണ്ട്, ഏത് സംഘടനയെ കയറി പെട്ടെന്ന് ഭ്രാന്തായി, ഒരു ജുബയും പിന്നെ സംസാരമൊന്നുമില്ല, പിന്നെ ഭയങ്കര ഹുഷോട് നിസ്കാരം, പിന്നെ കാണൂല, പിന്നെ ജോലി ചെയ്യാൻ പറ്റൂല, ഉള്ള ജോലി വിടും, മറ്റേ സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റൂല, പിന്നെ ഏതോ ലെവലിലേക്ക് എത്തി. അത് കുറച്ച് തന്നെ പിന്നെ ദീനും ഇല്ലാതെ എത്രയോ പേരുണ്ട് സഹോദരന്മാരെ. വെറുതെ ആവേശം നല്ലക്ക് ഇഷ്ടമല്ല. റംസാൻ അന്നത്തേക്ക് ഒരു 11 റക്അത്ത്, പിന്നെ അങ്ങോട്ടേക്ക് ശവ്വാലത്തേക്ക് ജമാഅത്തുകളും ഇല്ല. അപ്പൊ ഈ ആവേശങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. അതാണ് നമ്മുടെ മതത്തിന്റെ ഭംഗി തന്നെ, മിതത്വത്തിന്റെ മത സഹോദരന്മാരെ. മോഡറേറ്റ്, ബ്യൂട്ടിഫുൾ, വളരെ ടച്ചിങ് ഒരു മതമാണ് നമ്മുടെ ഇസ്ലാം മതം. അതിന് അല്ലാഹ് പറഞ്ഞ കൃത്യമായ മാനദണ്ഡം പറഞ്ഞ് 5 നേരം നിസ്കരിച്ചു തുടങ്ങിയ സമയത്തിന് ഹറാം എന്തൊക്കെയാണ് നിങ്ങൾക്കും എനിക്കും അറിയാം, ഞാനും നിങ്ങൾ ചെയ്തത്. അതിൽ നിന്ന് വിട്ടുനിന്ന്, ഹറാമായ സമ്പത്തിൽ നിന്ന് വിട്ടുനിന്ന് 2% സക്കാത്ത് ഹലാലായ സമ്പാദ്യത്തിൽ കൊടുക്കുക. നോമ്പ് എന്തായാലും നമ്മൾ നോക്കും, നമ്മൾ ഹജ്ജിന് ചെയ്യുക. എന്നിട്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഖുർആൻ ഒന്ന് മുറുക്കെ പിടിക്കുക. കുറച്ചായിട്ട് ഞാൻ കുറേ ഖത്തം തീർക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം നമുക്കൊരു 4-5 ആയത്ത്, ഒരാഴ്ചയിലുള്ള 10 ആയത്ത് തദബ്ബുർ ചെയ്യാം. അത് മതി സഹോദരന്മാര്. അത് നമുക്ക് വേണ്ടാത്ത തലയെ കയറ്റി വെക്കണ്ട. ആ ഇസ്തിഖാമത്ത് കൈ വിടരുത്. ഖുർആൻ കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകാശത്ത് നിന്ന് വീണ് ഭൂമിയിലേക്ക് എങ്ങോട്ടേക്കോ പോവും. ഇന്ന് 2 കാര്യം സഹോദരന്മാരെ ജീവിത വിജയത്തിന് പറയുന്നുള്ളൂ. ഒന്ന്, 5 നേരം കൃത്യമായി നമസ്കരിക്കുക. നിങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചോ, പക്ഷെ ജമാഅത്ത് ഇല്ലാതെ സംഘടനയിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇസ്തിഖാമത്ത് ഉറപ്പായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ 5 ജമാഅത്തും ഖുർആനും മുറുക്കെ പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് നിഷ്കളങ്കത, വിനയം, ഇസ്തിഖാമത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇട്ട് തരും സഹോദരന്മാർ. എന്തുകൊണ്ട് വെച്ചാൽ ബലവത്തായ കയറാണ് നമ്മൾ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണെങ്കിൽ മറ്റേ അറ്റം എൻ്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടമായിട്ട് ആ കയറിൻ്റെ മുകളിലോട്ട് മെല്ലനെ കയറി അള്ളാഹു സ്വർഗം വരെ നിങ്ങൾ എത്തിച്ചു തരും സഹോദരന്മാരെ. സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ അള്ളാഹു ഒരുപാട് നിഷ്കളങ്കത, ഒരുപാട് വിനയം, ഒരുപാട് ഇസ്തിഖാമത്ത് ഇട്ട് തന്ന് ബലവത്തായ ഖുർആൻ മുറുക്കെ പിടിച്ചിട്ട് അള്ളാഹുവെ നിന്റെ കയ്യിലേക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ വരെ നമ്മൾ എളുപ്പത്തിൽ, ഒരു പരീക്ഷണമില്ലാതെ, ഒരു വിചാരണ ഇല്ലാതെ റബ്ബേ ഏറ്റവും മനോഹരമായി ഈമാൻ ആസ്വദിച്ച് ജീവിച്ച് ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അള്ളാഹുവെ നമ്മളെ കുടുംബാലൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.